യാത്രകളിലെ അപകടങ്ങൾ, വിനോദയാത്രകളിലെ മരണങ്ങൾ ഇവയൊക്കെ കൂടുമ്പോൾ യാത്രകളിൽ നാം ശ്രദ്ധിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുമോ ഉസ്താദെ? തീർത്തും ഇന്ന് ധാരാളം യാത്രകൾ ചെയ്യുന്ന കാലമാണ്. പഴയതുപോലെ അല്ല. ഒരുപാട് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ, പല വിധത്തിലുള്ള വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ. പണ്ട് ഒരു ബസ് അല്ലെങ്കിൽ ഒരു വലിയ കാറോ അല്ലെങ്കിൽ എന്ത് പിടിച്ചാൽ കുടുംബത്തിലെല്ലാവരും പോകും, അതിൽ ദിക്റും സ്വലാത്തൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, രൂപങ്ങളും ഭാവങ്ങളും മാറിയിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാത്രയ്ക്ക് വേണ്ടി സാധനങ്ങൾ ഒരുക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ മുസല്ല നമ്മൾ മറക്കരുത്. ദിക്ർ ചൊല്ലാൻ തസ്ബീഹ് നമ്മൾ മറക്കരുത്. അള്ളാഹുവിനെ ഓർക്കുന്ന രംഗങ്ങൾ നമ്മുടെ യാത്രകളിൽ ഉണ്ട് എന്ന് നാം ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം. അതുകൂടാതെ നമ്മുടെ യാത്രകളിൽ ഉടനീളം അൽഹംദുലില്ലാഹ് യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ പറയുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറയണം. അടുത്ത സമയത്ത് ബഹുമാന്യനും ആദരണീയനുമായ എം.എ. യൂസുഫ് അലി സാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കാണ്. അദ്ദേഹം ഇന്നും എത്രയോ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഉപ്പ പഠിപ്പിച്ചു കൊടുത്ത അല്ലെങ്കിൽ ഉപ്പുപ്പ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ ഇന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുക. എത്ര ബിസിനസ്സുള്ള, എത്ര പണമുള്ള, സുഖലോലുപതയിൽ കഴിയേണ്ട ആളാണ്. പക്ഷേ ഇത് അദ്ദേഹം മറക്കുന്നില്ല. യാത്രകളിലുള്ള അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് നിങ്ങൾക്കറിയാലോ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു ഇതൊക്കെ പറയാനുള്ള തൗഫീക്ക് തരട്ടെ. യാത്രകളിൽ അച്ചടക്കം, മര്യാദ, ഇസ്ലാമികമായ വേഷവിധാനം, പറയേണ്ട ദിക്ർ, ദുആ ഒന്നും നമ്മൾ മറക്കരുത്. നിസ്കാരത്തിന് കൃത്യമായി ജമ്മും കസറുമാക്കി നിസ്കരിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ നമ്മൾ കാണിക്കണം. എങ്കിലാണ് ആ യാത്രയിൽ ഒരു ബറക്കത്ത് ഉണ്ടാവുള്ളൂ, ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എത്ര അപകടങ്ങളാണ്, നിരന്തരം അപകടങ്ങൾ. കുഴിയിൽ വീണത്, വെള്ളത്തിൽ വീണത്, വാഹനം പൊട്ടിത്തെറിച്ചത്, കത്തിയത്, അങ്ങനെ എത്ര അപകടങ്ങൾ. നാഥനായ റബ്ബ് അപകടങ്ങളെ തൊട്ട് നമ്മയെല്ലാം കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.